നമുക്കിന്നൊരു അടിപൊളി ചെമ്മീൻ കട്ട്ലറ്റ് ഉണ്ടാക്കാം. അപ്പോൾ ഇത് ശ്രദ്ധിച്ച് കേട്ടോ. എന്നാൽ പിടിച്ചതേ ചെമ്മീത്തിലോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മി ഒരിത്തിരി വെള്ളവും വെച്ച് നമുക്കത് വേവിക്കാനായിട്ട് വെക്കാം. ഇനി അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ: സവോള കുഞ്ഞു കുഞ്ഞാക്കി അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ചെമ്മീനിവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ഒരു കറക്കി എടുത്തിട്ടുണ്ടേ. ഇനി നമുക്ക് പാൻ അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ സവോള, പച്ചമുളക്, കറിവേപ്പില കീറിയതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി അതിലോട്ട് ഇത്തിരി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇത്തിരി ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് അത് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീൻ, നമ്മൾ പൊടിച്ച് വെച്ചില്ല, ആ ചെമ്മീനും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് നമ്മൾ ഉരുളക്കിഴങ്ങ് പൊടിച്ചതിലോട്ട് ആ ചെമ്മീൻ്റെ മിക്സും കൂടി ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി എടുക്കണം കേട്ടോ. കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം കേട്ടോ. അതേ എന്നിട്ട് ഞാൻ മുട്ടയിൽ മുക്കി ബ്രെഡ് പൊടിച്ചതിലോട്ട് മുക്കി നമ്മൾ ചൂടായ എണ്ണയിലോട്ട് ഇട്ട് വറുത്ത് കോരി എടുക്കാം. അപ്പോൾ ഇതാണ്ട് അടിപൊളി ചെമ്മീൻ കട്ട്ലറ്റ്. ഇത്തിരി സ്പീഡ് കൂടിപ്പോയി എല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ അത്ര ഉള്ളൂ കേട്ടോ.